ശ്രീരാമ കഥാസാഗരം. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ, കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. ശ്രീരാമ കഥാസാഗരം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സീതാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രഘുനാഥ. അയോധ്യാകാണ്ഡത്തിലെ വിജിന്നാഭിഷേകം. സത്യപാശേന സംബന്ധനാം താതനെ സത്വരം രക്ഷിപ്പതിന്നു യോഗൻ ഭവാൻ. പുന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശത പുത്ര സമുദ്ഭവനെന്നതറിയുക നീ. മാതൃവജലശുലാഭീഹതനായ മേദിനി പാലകുമാരനാം രാമനും എത്രയുമേറ്റം വൃദ്ധിദ്ധനായി ചൊല്ലിനാൻ ഇത്രയെല്ലാം പറയണമോ മാതാവേ. താഥാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാനുപേക്ഷിപ്പതില്ല സംശയം. മാനസേ ഖേദമതീനില്ലെനിക്കേതും രാജ്യമെന്നാകിലും താതൻ നിയോഗിക്കിൽ ത്യാജമെന്നാലറിയുക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാനുപേക്ഷിപ്പെന്നറിയുക നീ. പാവകൻ തങ്ങൾ പതിക്കേണമെങ്കിലുമേവം വിഷം കുടിക്കേണമെന്നാകിലും താതൻ നിയോഗിക്കലേതുമേ സംശയം. തേജസി ചെറ്റില്ലെന്നെനിക്കറിയുക നീ. താതകാര്യ മനോജ്ഞപാതകമെങ്കിലും മോധേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പ്രിയ പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമേനായുള്ള പുത്രനെന്നറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വെച്ചടങ്ങുന്നവൻ. പുത്രോർമ്മളെന്നു ചൊല്ലുന്ന സജ്ജനമിത്തമെല്ലാം പരിജ്ഞാനം മയാതുനാം. ആകയാൽ താത നിയോഗനനുഷ്ഠിപ്പാൻ ആകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാം. രാമപ്രതീക്ഷ കേട്ടൊരു കൈകേയും രാമനോടാശു ചൊല്ലിടിനാനാദരാൽ. താതൻ നിനക്കഭിഷേകമാർത്ഥമായുടെ നാഥരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ടഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു. നീ 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോഗിപ്പാൻ മടിയുണ്ട് മന്നവനിന്നതു ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്നതീനെന്തൊരു വൈഷമ്യമായതും ചെയ്തഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിനും അവൻ രാജ്യമുപേക്ഷിപ്പതിനു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകവാസത്തിനേറ്റമെളുതല്ലോ. സ്നേഹമെന്നെ കുറിച്ചമ്മയ്ക്കും ഇദ്ദേഹം മാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തും വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്കു പൂരവും തൃപ്തനാക്കിയിടിനാൻ താതനു തന്നെ. യൗവനം നൽകി ജരാനരയും വാങ്ങി
ദിവ്യന്മാരാൽ പ്രസാദത്തിനാൽ അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിതാ ദുഃഖിപ്പതിനില്ല സാവകാശം. രാഘവ വാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോടു ചൊല്ലിനാൻ. സ്ത്രീജിതനായതി കാമുകനായൊരു രാജാധമനക ആകുമെന്നതും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതീനേതുമകപ്പെടാം. അല്ലായികലെന്നോട സത്യദോഷം പറ്റു അല്ലോ കുമാരാ ഗുണാംബുദേ രാഘവാം. പൃഥ്വിപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ ഹാ രാമ ഹാ രാമ ഹാ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങിനെ, എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവന തന്നിൽ ഗമിക്കുന്നതെങ്ങിനെ നന്ദനാം. എന്നിത്തരം പല ജാതി പറയുകയും കണ്ണീരിലാലോളവാർത്തു കരയുകയും നന്നായി മുറുകെ തഴുകിയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കൈകളാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ. ആശ്ലേഷനീതിവാഗൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയ കോവിദൻ തതൻ. എന്തിനൻ താഥ വൈധവ ദുഃഖിക്കുന്നു, എന്തൊരു ദണ്ഡമിരുന്നു മഹാപദേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കും ശക്തി പോരായികയുമില്ലിതു രണ്ടിനും. സോദരൻ നാടും ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലി രാജഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ. ഏതുമേ ദണ്ഡമില്ലാത്ത കർമ്മം മമ മാതാവെനിക്കു വിധിച്ചതു നന്നല്ലോ. മാതാവു കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ. പോപതീനായി വരുവേനെന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം പുക്കതു നേരം. ധാർമ്മികയാകിയ മാതാ സുസമ്മതം ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭിദ്വയത്തിനായി കൊണ്ടു ചെയ്യിച്ചു വിത്തമതീവദാനങ്ങൾ ചെയ്താതരാൽ. ഭക്തി കൈക്കൊണ്ടു ഭഗവത് പദാംബുജം ചിത്തത്തിൽ നന്നായുറപ്പിച്ചിളകാതെ നന്നായി സമാധാനിച്ചുറയ്ക്കുന്ന നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികെ ചെന്നു കൗസല്യയോടന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിടിനാൻ. രാമനുപഗതനായതു കണ്ടില്ലേ, ഭൂമിപാലപ്രിയെ നോക്കിയിടുകെന്നിപ്പോൾ. വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൻ. പിന്നെ മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ. ഇന്ദീവരദള ശ്യാമ കളേഭരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൻ. എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പാരം വിശക്കയോ. വന്നിരുന്നിടു ഭുജിപ്പതീനാശു നീ എന്നു മാതാവു പറഞ്ഞോരനന്തരം. വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നെ മാതാവിനോടരുൾ ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ക്ഷിപ്രമാരണ്യവാസത്തിനു പോകണം. മുൾപ്പാടു കേകയാ പുത്രിയാം അമ്മയ്ക്കു മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വായിക്കയെന്നതു എന്നെ വനത്തിനയക്കെന്നു മറ്റതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവാൻ പിന്നെ ഞാൻ വൈകാതെ. സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാനാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞുടൻ. തന്നെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാഥം പൊറുക്കുമോ? ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡാധരാലയത്തിനു പോയിടുവൻ. പൈതലെ വിട്ടുപോയ പശുവിനുള്ളാതി പറഞ്ഞറിയിച്ചിടരുതല്ലോ.
നാടുവാഴണം ഭരതനെന്നാകിൽ നീ കാടുവാഴണമെന്നുണ്ടോ വിധി മതം? എന്തു പിഴച്ചിതു കൈകൈയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാരാബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചെറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവേൻ, മാനവവംശവും പിന്നെ മുടിഞ്ഞു പോം. തത്ര കൗസല്യാവചനങ്ങൾ ഇങ്ങനെ ചിത്തതാപേന കേട്ടൊരു സൗമിത്രിയും. ശോകരോക്ഷങ്ങൾ നിറഞ്ഞ നേത്രാഗ്നിന ലോകങ്ങളെല്ലാം ദഹിച്ചു പോകും വണ്ണം രാഘവൻ തന്നെ നോക്കി പറഞ്ഞിടിനാൻ, ആകുലമെന്തിതു കാരണമുണ്ടാകാൻ? ഭ്രാന്തചിത്തം ജഡം വൃദ്ധം വധൂജിതം ശാന്തേതരം ത്രപ്പാഹീനം ഷഠപ്രിയം. ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ ബന്ധികളായുള്ളവരെയുമൊക്കവേ അന്തകൻ വീട്ടിൽ നയച്ചഭിഷേകമോരന്തരം കൂടാതെ സാധിച്ചു കൊള്ളുവൻ. ബന്ധമില്ലേതുമതിൽ നിന്നു ശോകിപ്പതിനന്തർമുതാവസിച്ചിടുക മാതാവേ. ആര്യപുത്രാഭിഷേകം കഴിച്ചിടുവാൻ ശൗര്യമേനിക്കതീനുണ്ടെന്ന നിർണയം. കാര്യമില്ലാത്തതു ചെയ്യുന്നതാകിലോ ചാരനും ശാസനം ചെയ്യുകയെന്നേ വരൂ. യുദ്ധം പറഞ്ഞോ ലോകത്രയം തദ്രുഷ ദുഃഖം മാറു സൗമിത്രി നിൽക്കും നേരം. മന്ദഹാസം ചെയ്തു മന്ദേതരം ചെയ്തു നന്ദിച്ചു ഗാഠമായാലിംഗനം ചെയ്തു. സുന്ദര നിന്ദിരാവത്സലനാനന്ദരൂപ നിന്ദീര വിഗ്രഹൻ. ഇന്ദീവരാക്ഷ നിദ്രാദിവ്യ വൃന്ദാരക വൃന്ദവന്ധ്യാം യുഗ്മാര ഗോവിന്ദൻ പൂർണ്ണാം ചന്ദ്രബിംബാനനാനിന്ദു ചൂടൻ പ്രിയൻ വന്ദാരു വൃന്ദ മന്ദാര ദാരൂപമൻ. ലക്ഷ്മണസ്വാന്തനം. വത്സാ സൗമിത്രേ കുമാരാ നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതു മുന്നമേ ഞാനിടോ നിന്നുള്ളിലെപ്പോഴും. എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ. ദൃശ്യമായുള്ളൊരു രാജദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും. സത്യമെന്നാകിലേ തത്പ്രയാസം തവ യുക്തമതല്ലായിലെന്തു ഫലം പ്രിയ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാഞ്ചലം വേഗേന നഷ്ടമായുസ്സമോക്വനീ. അഗ്നിസന്തപ്തലോഹസ്താംബു ബിന്ദുനാ സന്നിപം മർത്യജന്മം ക്ഷണാഭംഗുരം. ചക്ഷുത്രവേണാകളസ്തമാദ്വർദ്ധുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ. കാലഹീനാ പരിഗ്രസ്തമാം ലോകവും വാലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പുത്രമിത്രാദികളത്രാദിസംഗമമെത്രയും അല്പകാലസ്ഥിതമെന്നോർക്ക നീ. പാന്തർപ്പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. നദ്യമാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയാ സംഗമം. ലക്ഷ്മിയും അസ്ഥിരയല്ലല്ലോ മനുഷ്യർക്കു, നിൽക്കുമോ യൗവനം പുനഃധ്രുവം. സ്വപ്ന സമാനം കളത്ര സുഖം തൃണ മൽപമായുസും നിരൂപിക്ക ലക്ഷ്മണ. രാഗാതിസങ്കുലമായുള്ള സംസാര ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേ. ഓർക്ക ഗന്ധർവ നഗരം സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു. ആദിത്യദേവനുദിച്ചതു വേഗേന യാദമ്പതിയിൽ മറഞ്ഞിതു സത്വരം. നിദ്രയും വന്നിതു ദയാശൈലോപരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ. ഇത്തം അതിഭ്രമമുള്ളൊരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം. ആയുസ്സു പോകുന്നതേതും അറിവില്ല, മായാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ. വാർദ്ധക്യമോടു ജരാനരയും പൂണ്ടും ചീത്തമോഹേന മരിക്കുന്നതു ചിലർ.
നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയുന്നില്ല മായ തൻ വൈഭവം. ഇപ്പോൾ ഇതു പകൽ നിൽപ്പാടു രാത്രിയും പൽപ്പാടു പിന്നെയും പകലുമുണ്ടായി വരും. ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിത്പുരുഷൻ ഗതിയേതുമറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലാവിലാസങ്ങളൊന്നും പോരായികയാൽ ആമകുംഭാഭൂ സമാനമായുസുടൻ പോമേധം ധരിക്കുന്നില്ല രൂപമേ. രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം. വ്യാഘ്രിയെപ്പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം. മൃത്യുവും കൂടൊരു നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിൽ ഇരിക്കുന്നു. ദേഹം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ടും മോഹം കളർന്നു ജന്തുക്കൾ നിരൂപിക്കും. ബ്രാഹ്മണ്യോഹം നരേന്ദ്രോഹം ഹമാണ്ടോമഹം ഭ്രമിതം കലർന്നിടും ദശാന്തരെ. ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം, വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം. മണ്ണിനു കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. ത്വക്മാംസരക്താദി വിൺമൂത്രരേതസ്സാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളോ നിന്നത്ര ധ്രുവം. ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പതിന്നു നീ. മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായ്ക എന്നറിയുക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ദേഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്കും മോഹമാതാവാമിക്കമാകുന്നതും. ദേഹമല്ലോർക്കിൽ ഞാനായതാത്മാവെന്നു മോഹേഗഹൃന്തിയായുള്ളതു വിദ്യകൾ. സംസാരകാരിണിയായതു വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസ മേഘാന്ത തേജസ ചെയ്യുക വേണ്ടുന്നതും. തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നു മറിയുക നീ. മുക്തിക്കു വിഘ്നം വരുത്തുവാനെത്രയും ശക്തിയുള്ളോന്നതിയിൽ ക്രോധമറിയുകടോ. മാതാപിതൃഭാര്യ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നതു പുമാൻ. ക്രോധമൂലം മനസ്താപമുണ്ടായി വരും, ക്രോധമൂലം നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജധർമ്മക്ഷയകരം, ക്രോധം പരിത്യജിക്കേണം ബുധജനം. ക്രോധമല്ലോ യമനായതു നിർണയം, വൈതരണ്യാഖ്യായാകുന്നതും തൃഷ്ണയും. സന്തോഷമാകുന്നതു വന്ദനം വനം, സന്തതം ശാന്തിയെ കാമസ്വരൂപികൾ. ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനേ, സന്താപമെന്നാൽ ഒരു ജാതിയും വരാം. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം മഹന്തമേലെ വസിപ്പതാത്മാവു നീ. ശുദ്ധം സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജഗന്മയം. സർവൈക സാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ തേജസ്വി ഭവിച്ചുകൊള്ളുക നീ. സാരജ്ഞനായ നീ കേൾ സുഖ ദുഃഖദം പ്രാരാബ്ധമെല്ലാം അനുഭവിച്ചിടണം. കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമായമാചരിച്ചിടുകെന്നേ വരൂ. കർമ്മങ്ങൾ സാംഗമങ്ങളൊന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പര ബ്രഹ്മണി നിത്യം സമർപ്പിച്ചു ചെയ്യണം. നിർമ്മലമായുള്ളൊരാത്മാവു തന്നോടു കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാൽ ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചു തത് ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം. മാനത്തെയൊക്കെ ത്യജിച്ചും നിത്യം പരമാനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ. മാനസത്തിങ്കൽ നിന്നാശുകളകനി മാനമല്ലോ പരമാപദമാസ്പദം. സൗമിത്രി തന്നോടി വണ്ണമരുൾ ചെയ്തു സൗമുഖ്യമോടു മാതാവിനോടു ചൊല്ലിനാൻ.
കേൾക്കണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാകുല. ആത്മാവിനേതു പീഡയുണ്ടാക്കരുതാത്മാവിനെ അറിയാതായവരെ പോലെ. സർവലോകങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളെ സർവദാ കുടിവാഴുക എന്നുള്ളതല്ലോ. സർവജ്ഞയല്ലോ ജനനി നീ കേവലം. ആശ 14 സംവത്സരം വനാദേശേ വസിച്ചു വരുന്നതുമുണ്ടു ഞാൻ. ദുഃഖങ്ങളെല്ലാം അകലെ കളഞ്ഞുടൻ ഉൾക്കനീവോടും അനുഗ്രഹിച്ചിടണം. അച്ഛനെന്തുള്ളി എന്നച്ഛ എന്നാലതി ഇച്ഛയെ അങ്ങുറച്ചിടണം അമ്മയും. ഭർതൃകർമാനുകരണമെത്രേ പാതി വൃത്യാനിഷ്ഠാവധൂനാമെന്നതു നിർണയം. മാതാവു മോതാൽ അനുഭവിച്ചിടുകയിലേതുമേ ദുഃഖമെനിക്കില്ല കേവലം. കാനനവാസം സുഖകരമായി വരും മാനസേ ഖേദം കുറച്ചുവാണിടുകിൽ എന്നു പറഞ്ഞു നമസ്കരിച്ചിടിനാൻ. പിന്നെയും പിന്നെയും മാതൃപദാന്തിയെ പ്രീതി കൈക്കൊണ്ടെടുത്തു സംഗമശ്രീ ചേർത്തു. ആദരാൽ മൂർത്തി ബാഷ്പാഭിഷേകം ചെയ്തു. ചൊല്ലിനാൾ ആശീർവചനങ്ങളാശു കൗസല്യയും ദേവകളോടിരന്നിടിനാൻ. സൃഷ്ടികർത്താവേ വിരിഞ്ച പത്മാസന പുഷ്ടദയാബ്ദേ പുരുഷോത്തമഹരേ. മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ വൃത്രാരി മുമ്പായ ദിക്പാലകന്മാരെ. ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി സ്വർഗസ്ഥിതിലയകാരിണി ചണ്ഡികേ. എൻ മകനാശു നടക്കുന്ന നേരവും കന്മഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതി കെട്ടുറങ്ങിയിടുന്ന നേരവും സമ്മോധമാർന്നു രക്ഷിച്ചിടുവിൻ നിങ്ങൾ. യുദ്ധമർദ്ദിച്ചു തൻ പുത്രനാം രാമനെ ബദ്ധബാഷ്പം ഗാഢഗാഠം പുണർന്നുടൻ. 7 സംവത്സരം കാനനെ വസിച്ചാൽ വരികയെന്നനുവദിച്ചിടിനാൾ. തൽക്ഷേണ രാഘവന്നത്വസഗദ്ഗതം ലക്ഷ്മണൻ താനും പറഞ്ഞാൻ അനുകൂലം. എന്നുള്ളിലുണ്ടായിരുന്നു ഒരു സംശയം തന്നൊരു ഉളപ്പാടു കേട്ടു തീർന്നു തുലോം. തൽപാദ സേവാർത്ഥമായി നടിയനും ഇപ്പോൾ വഴിയെ വിടകൊള്ളുവയെന്നുമേ. മോതാലതി തിന്നായനുവദിച്ചിരണം. സീതാപതേ രാമചന്ദ്രാദയാനിധി പ്രാണങ്ങളെ കഴിഞ്ഞിടുവാനില്ലായിളങ്കതുല്യവധനാരെ കൂപ്പതേ. എങ്കിൽ നീ പോന്നു കൊണ്ടാലും ആധരാൽ പങ്കജാലോചനൻ താനും അരുൾ ചെയ്തു. വൈദേഹി തന്നോടു യാത്ര ചൊല്ലിടുനാൻ. മോദേന സീതാഗ്രഹം പുക്കരുളിനാൻ. ആഗതനായ ഭർത്താവിനെ കണ്ടവൾ വേഗേന സസ്മിതമുദ്ധാനവും ചെയ്തു. കാഞ്ചനാപാത്രമായ തോയം കൊണ്ടു വാഞ്ചയാത്രിക്കാൽ കഴുകിച്ചു സാദരം. മന്ദക്ഷം ഉൾക്കൊണ്ടു മന്ദസ്മിതം ചെയ്തു സുന്ദരി മന്ദമന്ദം പറഞ്ഞിടിനാൻ. ആരുമകമ്പടി കൂടാതെ ശ്രീപാദ ചാരേണ വന്നതുമെന്തു കൃപാനിധി. വാരണവീരനങ്ങോ മമ വല്ലഭ ഗൗരാധപത്രം താളവൃന്ദാദിയും. ചാമരജുഞ്ചവും വാദ്യഘോഷങ്ങളും ചാമീകരണാഭരണാദിലങ്കാരവും സാമന്തഭൂപാലന്മാരെയും പിരിഞ്ഞതിൽ രോമാഞ്ചമോടെ എഴുന്നള്ളിയതെന്തോ. ഇത്തം വിദേഹാത്മജാവചനം കേട്ടു പൃഥ്വിപതി സുതന്താനും അരുൾ ചെയ്തു. തന്നിതു ദണ്ഡകാരണ്യരാജം മമ പുണ്യം വരുത്തുവാൻ താതനറികടോ. ഞാനതു പാലിപ്പതിനാശു പോകുന്നു മാനസേ ഖേദമിളച്ചുവാണിടുക. മാതാവു കൗസല്യ തന്നെയും ശുശ്രൂഷ ചെയ്തു സുഖേന വസിക്ക നീ വല്ലഭേ. ഭർത്തൃവാക്യം കേട്ടു ജാനകിയും രാമ ഭദ്രനോടിത്ത മഹാന്ത ചൊല്ലിടിനാൻ. രാത്രിയിൽ കൂടെ പിരിഞ്ഞാൻ പുറത്തോളം മാസയുണ്ടല്ലോ ഭവാനിതെപ്പോഴും. എന്നിരിക്കെ വനരാജ്യം തരുവതീനെന്തു നിന്നു തോന്നിടുവാനെന്തൊരു കാരണം. മന്നവൻ താനല്ലയോ കൗതുകത്തോടും ഇന്നലെ രാജാഭിഷേകമാരംഭിച്ചു. സത്യമോ ചൊൽക ഭർത്താവേ വിരാവോടും. വൃത്താന്തമെത്രയും ചിത്രമോർത്താലിതം എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ.
തന്നെ കുലമൗലി മാലികെ കേൾക്ക നീ. മന്നവൻ കേകയാ പുത്രിയാമമ്മയ്ക്കു മുന്നമേ 2 വരം കൊടുത്തിടിനാൻ. വിണ്ണവർ നാട്ടിൽ സുരാസുര യുദ്ധത്തിന് ന്യൂനവിക്രമം കൈക്കൊണ്ടുപോയ നാൾ ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കയെന്നു മറ്റതും. സത്യവിരോധം വരുമെന്നു തന്നെ ചിത്തെ നിരൂപിച്ചു പേടിച്ചു താതനും. മാതാവിനാശുവരവും കൊടുത്തിതു താതേനതു കൊണ്ടു ഞാനിന്നു പോകുന്നു. ദണ്ഡകാരണ്യെ 14 സംവത്സരം ദണ്ഡമൊഴിഞ്ഞു വസിച്ചു വരുവൻ ഞാൻ. നീയതീനേതം മുടക്കം കൊല്ല മയിൽ കളഞ്ഞു മാതാവുമായി വാഴുക നീ. രാഘവനിത്തം പറഞ്ഞൊരു നേരത്തൊരാകാശ ശശിമുഖ താനും അരുൾ ചെയ്തു. മുന്നിൽ നടപ്പവൻ വനത്തിനു ഞാൻ മമ പിന്നാലെ വേണമെന്നുള്ളുവാൻ ഭവാൻ. എന്നെ പിരിഞ്ഞു പോകുന്നതു ചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നു ധരിക്കണം. കാകുൽസ്ഥനും പ്രിയദാതിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടും ചൊല്ലിയിടിനാൻ. എങ്ങനെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ. ഘോരസിംഹവാക്രാസു കരൈസരീഭ വാരണ്യവ്യാളവല്ലുകവാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളമേറ്റമുണ്ടവനെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം. നാരീജനത്തിനെല്ലാം വിശേഷിച്ചും ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിടുകടോ. മൂലഫലങ്ങൾ കടമൃഗ കഷായങ്ങൾ ബാലേ ഭുജിപ്പതീനാകുന്നതും തത്ര നിർമ്മല വിജ്ഞാനം പൂവാനപനാദി സന്മധു ക്ഷീരങ്ങളില്ല ഒരു നേരവും. നമന്വതോ ഗുഹാഗഹ്വര ശർക്കര ദുർമാർഗമെത്രയും കണ്ടകവൃന്ദവും നേരെ പെരുവഴിയുമറിയാതവരെല്ലാരെയും കാൺമാനുമില്ലെന്നറിഞ്ഞിടുവാൻ. ശീതവാതാത പീഡയും പാരമാം പാദചരേണ വേണം നടന്നിടുവാൻ. ദുഷ്ടനായുള്ളൊരു രാക്ഷസേരെ കണ്ടാൽ ഒട്ടും പൊറുക്കയില്ലാർക്കുമെന്നറിയടോ. എന്നുടെ ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചങ്ങിരുന്നിടുക. വന്നിടുവൻ 14 സംവത്സരം ചെന്നാൽ അതിനുടനില്ലൊരു സംശയം. ശ്രീരാമവാക്കു കേട്ടൊരു വൈദേഹിയും ആരൂഢതാപേന പിന്നെയും ചൊല്ലിനാൽ. നാഥാപതി ഹൃദയാം ധർമ്മപത്നി ഞാൻ ആധാരമില്ല മറ്റെനിക്കാരുമേ. ഏതുമേ ദോഷവുമില്ലാതെയാനിതേ പാദശുശ്രൂഷാവൃതം മുടക്കായികമേ. നിന്നുടെ സന്നിധൗ സന്തതം വാണിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ. വല്ലതും മൂലഫലജലാഹാരങ്ങൾ വല്ലഭോച്ഛിഷ്ടമെനിക്കോ മൃതോപമം. ഭർത്താവു തന്നോടു കൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തമൂർത്ത കല്ലും മുള്ളും പുഷ്പസരണതുല്യങ്ങൾ എനിക്കതും. പുഷ്പബാണോപമാ നീ വെടിഞ്ഞിടലാം. ഏതുമേ പീഡയുണ്ടാകിലൻ മൂലവും ഭീതിയുമേതും എനിക്കില്ല ഭർത്താവേ. കഞ്ചിൽ ജ്യോതിശാസ്ത്രജ്ഞ വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടങ്ങരുളി ചെയ്തു. ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിനെത്തും ഭവതിക്കു സംശയമില്ലേതും. ഇത്തം പുരൈവ ഞാൻ കേട്ടിരിക്കുന്നതു സത്യമതിന്നിയും ഒന്നു ചൊല്ലിടുവാൻ. രാമായണങ്ങൾ പലതും കവിവര മാതരോടുകൂടെ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ. ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനത്തിനെന്നു പോയിട്ടുള്ളൂ. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നത്രേ വിചാരിച്ചു കാൺകിലോ. പാണിഗ്രഹണമെന്തർത്ഥവും ഓർക്കണം. പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളിക്കൽ. എന്നുമൻ പ്രാണപരിത്യാഗവും ചെയ്തവൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നാണേ എന്നിങ്ങനെ ദേവി ചൊന്നതു കേട്ടൊരു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു. എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടമിന്നിതു ചൊല്ലിയോ ഉണ്ടാകേണ്ട. ദാനമരുന്ധതിക്കായി കൊണ്ടു ചെയ്ക നീ ജാനകി ഹാരാതിഭൂഷണമൊക്കവേ. ഇത്തമരുൾ ചെയ്തു രാവണൻ തന്നോടും
പൃഥ്യുസുരോത്തമന്മാരെ വരുത്തുകിൽ ആധുരമരുൾ ചെയ്ത നേരം ദ്വിജേത്തമന്മാരെ വരുത്തേ കുമാരനും വസ്ത്രങ്ങളാഭരണങ്ങളാൽ പശുക്കളും അർത്ഥവീതിയില്ലാത്തോളം ആദരാൽ സത്യുദ്ഭുതനായ ശൈലഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയാം വേദവിജ്ഞാനികളെല്ലാം ദ്വിജേന്ദ്രിയന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം. മാതാവു തന്നെ സേവകന്മാരായ ഭൂദേവസത്തന്മാർക്കും കൊടുത്തിതു. പിന്നെ നിജാന്തപുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്കയിൽ അനന്തമഗ്നായി മാനവനായ ശിഷവചനവും ചെയ്തിങ്ങു താപസന്മാരും ദ്വജന്മാരും പെയ്തിടുന്നത് ശ്രുജലങ്ങളും. ജാനകീദേവയും അമ്പൂടരുന്തതിക്കാനന്ദം ഉൾക്കൊണ്ടു ദാനങ്ങൾ നൽകിനാൻ ലക്ഷ്മണാവീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണ കൗസല്യ തൻ കൈകളിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു സമാഹ്ലാദ ശേഷവും ചെയ്തിടിനാൻ. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു പിന്നെയും ഉപദേശ വാക്കുകളുമുര ചെയ്താൽ അഗ്രജൻ തന്നെ പരിചയവും എപ്പോഴും അഗ്രേ നടന്നുകൊള്ളണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളണം. എന്നെ പിന്നെ ജനകാത്മജനെന്നറിയുക. പിന്നെ അയോധ്യയെ ഓർത്തിടവിയെ മായാവീനമീ വണ്ണമുറപ്പിച്ചു പോയാലും മുങ്കിൽ സുഖമായി വരികതേ. ദശഗ്രീവാമൃഗം സ്വപുത്രം സമത്രം സരീദുർഗമധ്യസ്ഥരക്ഷാസകേണം ഭുവന്തം വിനാരാമവീര നരോവ സുരോവാമരോവ ജയേദ കസ്ത്രികലോക്യാം. നമസ്തേ സുമിത്ര സുപുത്രാഭിവന്ദ്യ നമസ്തേ സദാ കൈകേയീ നന്ദനേഢ്യ നമസ്ത സദാ വാനരാധീശവന്ദ്യ നമസ്തേ നമസ്തേ സദാ രാമചന്ദ്ര. പ്രസീദ പ്രസീദ പ്രചണ്ഡ പ്രതാപ പ്രസീദ പ്രസീദ പ്രചണ്ഡാരികാല പ്രസീദ പ്രസീദ പ്രപന്നാരുകമ്പിൻ പ്രസീദ പ്രസീദ പ്രഭോ രാമചന്ദ്ര. ശ്രീരാമ കഥാസാഗരം. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. ശ്രീരാമ കഥാസാഗരം.